കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി പോലീസ് റോഡിൽ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വടുതല സ്വദേശിയായ മനോജ് ഉണ്ണിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി പള്ളിമുക്ക് ജംഗ്ഷനിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. പോലീസ് റോഡിന് കുറുകെ വടം കെട്ടിയിരുന്നത് കാണും വിധമായിരുന്നില്ല എന്ന് മനോജിന്റെ സഹോദരി ചിപ്പിയും പറഞ്ഞു. കുടുംബം പോറ്റാൻ കോർപ്പറേഷന്റെ ക്ലീനിംഗ് ജോലിക്ക് പോയിരുന്ന യുവാവാണ് ഈ മരിച്ച മനോജ്. അച്ഛൻ രോഗബാധിതനായതിനെ തുടർന്നാണ് അച്ഛൻ്റെ ജോലി മനോജ് ചെയ്തു വന്നത്. മുന്നറിയിപ്പില്ലാതെ റോഡിൽ വടം കെട്ടി തടയരുതെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അത് ലംഘിച്ചതാണ് അപകട കാരണമെന്ന് അവിടുത്തെ കൗൺസിലറും പ്രതികരിക്കുകയുണ്ടായി. അതിലേക്ക് വടുതലയിലെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് മരിച്ച മനോജ്. ഇത്തരത്തിൽ റോഡിന് കുറുകെ വടവും കയറുമൊന്നും കെട്ടരുതെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി വിധികളും മറ്റും ഉള്ളതാണ്. പക്ഷേ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഈ വീടിൻ്റെ ആശ്രയം അദ്ദേഹമായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാം കൂടിയും പുള്ളിയുടെ കയ്യിലാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. അച്ഛനാണെങ്കിൽ തീരെ വയ്യ. അച്ഛനാണെങ്കിൽ ഇയർ ബാലൻസിൻ്റെ കുറവുള്ളതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് ചെറുതായിട്ടൊരു ഇതുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ഉള്ളതുകൊണ്ടാണ് പോയി. അമ്മയ്ക്ക് നെഞ്ചുവേനായിട്ട് അമ്മ ഹോസ്പിറ്റലിൽ വന്നിപ്പോൾ ഒരു മാസം ആയിട്ടേ ഉള്ളൂ. സുചീന്ദ്രന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തിട്ട്. പിന്നെ കോർപ്പറേഷൻ ജോലിക്കാരിൽ ക്ലീനിങ് ആണ്. അത് അച്ഛൻ്റെ ജോലിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ജോലിക്കായിട്ട് പോകുന്നില്ല. അച്ഛൻ്റെ ജോലിക്കായിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് അച്ഛൻ്റെ പാരക്കാരനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്നലെ വിഷുവായിട്ട് കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയതാണ്. ഇനിയിപ്പോൾ അവിടെ തിരിച്ചു വരുമ്പോഴാണ് സംഭവിച്ചത്. വളഞ്ഞമ്പലത്ത് വെച്ചാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. കൗൺസിലർ ഹെൻറി ഓസ്റ്റിനുണ്ട്. ഇവിടെ നമ്മുടെ കോർപ്പറേഷൻ്റെ ജീവനക്കാരനാണ് ഫാദർ. പള്ളുരുത്തി സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പകരമായിട്ട് ഇപ്പോൾ ഈ പയ്യനാണ് പോയിക്കൊണ്ടിരുന്നത് 2 വർഷമായിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വർക്കിന് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു പരിമിതിയിലുണ്ട്. അമ്മക്കും സുഖമില്ലാതെ സാമ്പത്തികമായിട്ട് വലിയൊരു പ്രാരാബ്ദമുള്ളൊരു കുടുംബമാണ്. ഇവിടെ വാടക വീട്ടിലാണ്. ഇപ്പോൾ 5 വർഷമായിട്ട് ഇവിടെ വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പോലീസിൻ്റെ ഒരു അനാസ്ഥ എന്ന് തന്നെ വേണമെങ്കിൽ പറയണം. കാരണം വെച്ചാൽ കോടതി വിധികളുണ്ടായിട്ടും അഡ്വക്കേറ്റ് ആയിട്ടുള്ള വാർണിങ്സിൽ സാധാരണ മറ്റേ ബാരിക്കേഡ് വെക്കാറുണ്ട്. ഈ വടം കെട്ടി ഇങ്ങനെ റോഡ് കുറുകെ പ്രത്യേകിച്ച് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വീതിയിൽ അങ്ങനെ ചെയ്യുന്നത് അതിനുള്ളൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യണ്ടേ. അത് ചെയ്യാത്തതുകൊണ്ടുണ്ടാക്കിയൊരു വരുത്തി വെച്ചിരിക്കുന്ന ഒരു അപകടമാണത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി 4 മണിയോടുകൂടി മനോജിൻ്റെ മൃതദേഹം ഇവിടെ എത്തിക്കും. അതിനുശേഷം പച്ചാളം ശ്മശാനത്തിനാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ റോഡിന് കുറുകെ മുന്നറിയിപ്പുകൾ ഇല്ലാതെ കയറുകളോ റിബണുകളോ ഒന്നും വലിച്ചു കെട്ടരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളതാണ്. നേരത്തെയും ചില അപകടങ്ങൾ ഉണ്ടായി ആളുകൾക്ക് പരിക്കേൽക്കുകയും മറ്റും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരം ഉത്തരവിട്ടിരുന്നത്. പക്ഷേ ആ ഉത്തരവ് എത്രമാത്രം പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് വ്യക്തമല്ല. എന്തായിരുന്നാലും ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ അച്ഛൻ കോർപ്പറേഷനിൽ ശുചീകരണ തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ജോലിക്ക് പോകാതെ മകനെ ആ ജോലി ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ശുചീകരണ ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ഒരു തൊഴിലാളിയാണ് അപകടത്തിൽ മരിച്ച മനോജ്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. രാഗിനിലേക്ക് നമുക്ക് വീണ്ടും പോകാൻ. രാഗിൻ, ഇപ്പോൾ കൗൺസിലറും പറഞ്ഞതാണ് ഈ ബാരിക്കേഡ് നമുക്കറിയാലോ. ഇപ്പോൾ എന്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ കൂറ്റൻ ബാരിക്കേഡുകൾ വെച്ച് അതിനെ തടയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനമന്ത്രിയെ പോലെ പ്രധാനപ്പെട്ട ആൾ വരുമ്പോൾ അത്രയും കർശനമായ സുരക്ഷ ഏർപ്പെടുത്തണം, അതിൽ തർക്കമില്ല. പക്ഷേ അത് ജനങ്ങൾക്ക് കൂടി സുരക്ഷിതമായ രീതിയിൽ വേണമല്ലോ. അവരെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന നിലയിൽ സുരക്ഷ ഒരുക്കിയിട്ട് പിന്നെ എന്ത് പ്രയോജനമാണ്? അപ്പോൾ ഈ രാത്രി ഇങ്ങനെ വടം കെട്ടുമ്പോൾ അത് ഏത് സമയത്ത്, ഇന്നലെ എപ്പോഴാണ് ഈ വടം കെട്ടിയിട്ടുണ്ടാവുക? അതോ രാത്രി ഏറെ വൈകിയാണോ വടം കെട്ടിയത്? ഇന്നലെ രാത്രി മുതൽ തന്നെ ഇങ്ങനെ ഒരു നിയന്ത്രണം അവിടെ കൊണ്ടുവരേണ്ട ആവശ്യവും ഉണ്ടായിരുന്നോ? രാത്രിയാണ് പ്രധാനമന്ത്രി വന്നത്. 10 മണിക്ക് ശേഷം. അതിന് മുന്നോടിയായിട്ടാണ് ഈ പോകുന്ന പാതയിലേക്കുള്ള എൻട്രി തടഞ്ഞുകൊണ്ട് പോലീസ് ഇടറോഡുകൾ എന്ന് പറയാൻ കഴിയില്ല, പ്രത്യേകിച്ചും ഈ വൈറ്റില ഭാഗത്ത് നിന്ന് ഇവിടേക്ക് വരുന്ന റോഡുകൾ, ആ റോഡുകളൊക്കെ തന്നെ ഇത്തരത്തിൽ തടഞ്ഞിരിക്കുന്നത്. അങ്ങനെ തടയുന്നത് തടസ്സമില്ല, കാരണം VIP സുരക്ഷയുടെ ഭാഗമായി ചെയ്യാറുണ്ട്. പക്ഷേ ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, രാത്രി ഇങ്ങനെ ഒരു വടം കെട്ടിയാൽ ആരുടെ ശ്രദ്ധയിൽപ്പെടാനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് പോലീസ് ചെയ്യുന്നത് എന്നതാണ് ഇത് ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു വടം കെട്ടിയത് കൊണ്ട് മാത്രം അറിയാൻ കഴിയില്ല. പോലീസിൻ്റെ അവിടുത്തെ ഫിസിക്കൽ പ്രസൻസ് ആവശ്യവുമാണ്. പക്ഷേ പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നോ എന്നതാണ് ഇവിടെ ഏവരും ചോദിക്കുന്നൊരു ചോദ്യം. പക്ഷേ അതുണ്ടായില്ല എന്നത് വിമർശനമാണ് കുടുംബം ഉൾപ്പെടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാത്രി ഒന്ന് ഇത്തരത്തിലൊരു വടം വലിച്ച്, അല്ലെങ്കിൽ വടം എന്ന് പറയാൻ തന്നെ കഴിയില്ല, കാരണം ഒരു വെള്ള പേപ്പർ പോലെയുള്ള ഒരു വസ്തു അത് ആണ് വലിച്ച് കെട്ടിയിരിക്കുന്നത്. അതിലാണ് കഴുത്ത് കുരുങ്ങിയത്. അപ്പോൾ പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വാദം, ഇതിനു മുൻപായി തങ്ങൾ കൈ കാണിച്ചപ്പോൾ നിർത്താതെ വേഗത്തിൽ പോവുകയായിരുന്നു എന്നതാണ് പറയുന്നത്. ഈ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോകുന്ന സാഹചര്യവും കൂടി പോലീസിന് മുന്നിൽ വരേണ്ടതായിട്ടുണ്ടല്ലോ. അങ്ങനെ നിർത്താതെ പോകുകയാണെങ്കിൽ ഈ വാഹനം അപകടത്തിൽപ്പെടുകയാണോ ചെയ്യേണ്ടത്? അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്? അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ലൂസായി കൈകാര്യം ചെയ്തുകൊണ്ടല്ലേ എന്ന ചോദ്യമാണ് ഏവരും ഉന്നയിക്കുന്നത്. കുടുംബവും ആ വിമർശനം പങ്കുവച്ചു കഴിഞ്ഞു. പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് നേരത്തെ ഉന്നയിച്ച വാദം മാത്രമാണ്, കൈകാണിച്ചിട്ട് നിർത്തിയില്ല, വേഗത്തിൽ പോവുകയാണ് ഉണ്ടായതെന്നാണ്. പക്ഷേ അവിടെ പോലീസിൻ്റെ
ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ, നട റോഡിൽ പോലീസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു. മാത്രമല്ല അവിടെ ഈ കാര്യങ്ങൾ ആളുകൾ പറയുകയും ചെയ്യുന്നത് അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. ശരി രാഗിൻ, ഇപ്പോൾ രാഗിൻ അവിടുത്തെ ദൃശ്യങ്ങളിൽ ആളുകളുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു.